പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സെന്ററിലെ ഗ്രോട്ടോയാണ് കേട്ടോ. പരിശുദ്ധമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലും മാധ്യസ്ഥവും ഒക്കെ ഈ ചൊവ്വാഴ്ച ദിനത്തിലെ നാം ഓരോരുത്തരുടെ കൂടെയും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെട്ട വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള ശുശ്രൂഷയിൽ 2ാമത്തെ ആഴ്ചയാണ് വരുന്ന വ്യാഴാഴ്ച. ശക്തമായൊരു അനോയിന്റിങ്ങിലൂടെ ആയിരിക്കും നടത്തപ്പെടുക. പിന്നെ അച്ഛൻ തന്നെയായിരിക്കും ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം പ്രിയപ്പെട്ടവരോടൊക്കെ പറയണം, പ്രത്യേകിച്ച് വലിയ ബാധ്യതയിലും ദുരിതത്തിലൊക്കെ ആയിരിക്കുന്ന മക്കളോട് അച്ഛനും പാലിക്കുമ്പോൾ സഹോദരങ്ങൾ, നമ്മളങ്ങനെ ഒരു നിയോഗാർത്ഥം ശരിക്കും പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഭൗതികമായ കാര്യത്തിൽ ഇടപെടും. നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, അതായത് ദൈവം ആത്മീയമായ കാര്യങ്ങൾ മാത്രമേ ഇടപെടുള്ളൂ, ഭൗതികമായ ഈശോയ്ക്ക് അറിയാം ഭൗതികമായ കാര്യങ്ങളും ആവശ്യമാണെന്നൊക്കെ ഈശോയ്ക്ക് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഭൗതികമായ കാര്യങ്ങൾ ചോദിക്കുന്നത് മോശമൊന്നുമല്ല. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർഗത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യങ്ങൾ, സ്വർഗം, പിന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതൊക്കെയാണെങ്കിലും നമുക്ക് ഈ ലോകത്തിൽ ആവശ്യമുള്ളതെല്ലാം കർത്താവ് തരും സഹോദരങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരുമാന മാർഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത് മോശമാണെന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഏറ്റവും ഉന്നതമായ ആത്മീയത എന്ന് പറയുന്നത് സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സ്വർഗം ലഭിക്കാൻ വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വിടുതൽ ലഭിക്കാൻ വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥനകളാണെങ്കിലും ഇത് തീർത്ത് മോശമൊന്നുമല്ല, അല്ലേ? നിങ്ങൾ യേശുനാമത്തിൽ വരുന്ന വ്യാഴാഴ്ച നേരത്തെ വന്ന് പ്രാർത്ഥിക്കാൻ ക്ഷണിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ താമസമുള്ള ധ്യാനത്തിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞല്ലോ. നമുക്ക് വരുന്ന 19, 20, 21, 22 അതിൽ 21-ാം തീയതി ശനിയാഴ്ച ഒരു പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും വെള്ളിയാഴ്ചയാണ് ലീവിൻ്റെ കാര്യം വരുള്ളൂ. സാധിക്കുന്നവരൊക്കെ വന്ന് ശരിക്കും താമസമുള്ള ഒരു ധ്യാനം ഭയങ്കരമായിട്ടുള്ളൊരു കുഞ്ഞൊരു ഗ്രൂപ്പായിരിക്കും, പക്ഷെ ശക്തമായ അനോയിന്റിങ് ഇതിലുണ്ട്. നിങ്ങളിത് സ്നേഹപൂർവ്വം പ്രിയപ്പെട്ടവരോടൊക്കെ പറയണം കേട്ടോ. അതുപോലെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 103:2. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. എൻ്റെ ആത്മാവെ കർത്താവിനെ, അതായത് ശരിക്കും ആത്മാവിൻ്റെ അവസ്ഥ, കർത്താവിനെ വാഴ്ത്തുന്നത് ആത്മാവിൻ്റെ അവസ്ഥയായി മാറ്റപ്പെട്ട ജീവിതങ്ങൾ എത്രയോ അനുഗ്രഹീതമാണ്, അല്ലേ? കർത്താവെ, നമുക്ക് ശരിക്കും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ആത്മാവ് ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കുകയാണ്, നിരാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്ത് അനുഗ്രഹം എനിക്ക് നൽകിയിട്ടില്ല അച്ഛൻ പറഞ്ഞുതരാം. ഒന്ന്, കണ്ണ് കാണണ്ടല്ലോ, മൂക്ക്, വാ, ചെവി, ആന്തരിക അവയവങ്ങൾ, ഇതെല്ലാം പ്രിയ സഹോദരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അല്ലേ? അത് നോക്കിയേ. അതുപോലെ തന്നെ നമ്മുടെ കുടുംബം, ബന്ധങ്ങൾ, ശരിക്കും അതിൽ നിന്ന് തിന്മ ഒരു പക്ഷെ കയറിയിട്ടുണ്ടാകാം, പിശാച് കയറിയിട്ടുണ്ടാകാം, അങ്ങനെ നമ്മുടെ ജീവിതം ദുസ്സഹമായിട്ടുണ്ടാകും. അത് ശരിക്ക് ദൈവം നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതുപോലെ ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ 9 കരുണക്കൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കുക. ഇത് രണ്ടും നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ എത്ര വലിയ കെട്ട ജീവിതമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും അത് തോന്നിപ്പിക്കേണ്ടത് പിശാചാണ്. ആ കെട്ട ജീവിതം മാറും. സമ്പൂർണ്ണ ജപമാല, 4 ജപമാല, 9 കരുണ മാറ്റമുണ്ടാകും. ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ്. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. എപ്പോഴും എന്നേക്കും. ആമേൻ.